എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് JBL എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന അസംബിൾഡ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും നമുക്ക് ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ വാട്ട്സും ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കുന്നതിന് നല്ലൊരു ഡിസൈനാണ്. അതായത് പാനൽ ബോർഡുകളൊക്കെ നമ്മുടെ ഫ്രണ്ട് USB ബോർഡൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഉള്ളതുകൊണ്ട് നല്ലൊരു മോഡലാണ് വരുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടൊരു മോഡലാണ്, സ്ക്രൂ ഒന്നും കാര്യങ്ങളൊന്നും പുറത്തേക്ക് കാണുന്നില്ല. കൂടെ നമുക്കിതിൽ നോക്കുമ്പോൾ ബാസ്, ട്രബിൾ, ഗെയിന്, വോളിയം എല്ലാ സ്വിച്ചും നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ മിക്സ് ബോർഡാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലായിട്ട് അവർ അസംബിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് അഴിച്ചു നോക്കാം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് ആംപ്ലിഫയർ കാര്യങ്ങളൊക്കെ ഏത് ബൂഫറും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നതെന്നും, പിന്നെ കൂടാതെ നമുക്ക് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ള ബൂഫറുകൾ കൊടുക്കണം എന്ന് പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അസംബിൾഡ് ആംപ്ലിഫയർ. അതിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ ബോർഡ് കാര്യങ്ങളൊക്കെ കാണാം. കൂടാതെ കൂളിംഗ് ഫാൻ ഉണ്ട്, ട്രാൻസ്ഫോമറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ കാണുന്നത് ട്രാൻസ്ഫോമറാണ്. 27 വോൾട്ടിൻ്റെ 27 ട്രാൻസ്ഫോമർ കാണുന്നുണ്ട്. കൂടാതെ 12 ഒരു ട്രാൻസ്ഫോമർ ബ്രിഡ്ജ് സർക്യൂട്ടോടെ നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ 2 ഫിൽറ്ററിംഗ് ആണ് നമുക്കിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് നമുക്ക് നോക്കുമ്പോൾ 2030 2 ചാനൽ ബോർഡാണ് കാണുന്നത്. അപ്പോൾ 12 ആ ബോർഡ് വന്നിട്ട് നമുക്കിതിലേക്കാണ് സപ്ലൈ കൊടുത്തിട്ടുള്ളത്. പിന്നെ 27 ബ്രിഡ്ജ് സർക്യൂട്ടിൽ നമുക്ക് പോയിട്ടുള്ളത് നമുക്ക് സബിൻ്റെ ഔട്ടോടെ കാണാം. അപ്പോൾ ഈ ഒരു കണക്ഷൻ നേരെ പോയിട്ടുള്ളത് മോസ്ഫെറ്റ് ചാനലിലേക്കാണ് നമുക്ക് ഇതിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിലേത് മോസ്ഫെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ വരുന്നത്. അപ്പോൾ നല്ലൊരു ഹെവി ക്വാളിറ്റിയിൽ വൈൻഡിങ് ആയിട്ടുള്ള അസംബിൾ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ബാസ്, ട്രബിൾ, 2 ചാനലിൻ്റെ കൺട്രോളിംഗ് ബോർഡാണ് കണ്ടത്. അപ്പോൾ തൊട്ടുപുറത്തായിട്ട് നമുക്ക് കൂളിംഗ് ഫാൻ കാണാവുന്നതാണ്. അപ്പോൾ കൂളിംഗ് ഫാനൊക്കെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി ഫാനൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സൗണ്ടൊക്കെ ഒഴിവാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ തൊട്ടുപുറത്ത് നോക്കുമ്പോൾ അടിയിലേക്ക് നമുക്ക് കാണാൻ പറ്റും മോസ്ഫെറ്റൊക്കെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ സബിൻ്റെ പ്രീ ബോർഡാണ് നമുക്ക് ഈ കാണുന്നത്. സബിൻ്റെ ഫിൽറ്റർ ബോർഡാണ്. അപ്പോൾ ഫിൽറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് അഴിച്ചു നോക്കാം. കൂടാതെ നമുക്കിവിടെ 4 മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള ചാനലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മോണോ ചാനൽ ബ്ലോക്കാണ്. AB ആംപ്ലിഫയർ ആയിട്ടാണ് നമുക്കിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ബാസും കാര്യങ്ങളൊക്കെ ഈ ബോർഡിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തിട്ടുള്ളപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ USB ബോർഡ് പിടിപ്പിക്കാനുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 ബുഷ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് പാനലും കാര്യങ്ങളൊക്കെ അവിടെ നല്ല സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ കാണാനും നമുക്ക് നല്ല ഭംഗിയുണ്ടാവും ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ. പിന്നെ കൂടാതെ ബാസ്, ട്രബിൾ, കൺട്രോളും ഗെയിനും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കൺട്രോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമർ വന്നിട്ട് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ലോങ് ടൈപ്പ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലോങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തൊട്ടടുത്ത് കാണുന്നത്. കൂടാതെ 5 വോൾട്ട് റെഗുലേഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡ് നമുക്ക് ഒരു നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അതിന് സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൽ മോസ്ഫെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മോസ്ഫെറ്റ് കൊടുത്തിട്ടുണ്ട്. 4 മോസ്ഫെറ്റാണ് കൊടുത്തിട്ടുള്ളത്. IRF 9240 എന്നൊരു മോസ്ഫെറ്റാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാണ്ട് IRF 240 എന്നുള്ള മോസ്ഫെറ്റാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും AB ആയിട്ടുള്ള ആംപ്ലിഫയർ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് AB ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ സബും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നല്ല എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും കൂടി നമുക്ക് ഇതിൽ നോക്കി നോക്കാം. അപ്പോൾ 4 മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള ഈ ആംപ്ലിഫയറിന് എത്ര വാട്ട്സ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു പെർഫോമൻസ് ആയിട്ടുള്ള വാട്ട്സ് കിട്ടുക. അപ്പോൾ മാക്സിമം ഇതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ PMPL അല്ലാണ്ട് വാട്ട്സിൽ എത്ര വരുന്നുള്ളത്, RMSൽ എത്ര വരുന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് നമുക്ക് വൂഫർ കണക്ട് ചെയ്യേണ്ടത് 10 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച്. 12 ഇഞ്ചാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്നത്. 8 ohmസിൻ്റെ നല്ലൊരു വൂഫർ ആണെങ്കിൽ നല്ല കറക്റ്റ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ 4 ohmസിൻ്റെ 2 കൊടുത്താലും ഇതിൻ്റെ പെർഫോമൻസൊക്കെ നല്ലോണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സിംഗിൾ 4 ohms കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ 4 ohmസിൻ്റെ 2 12 ഇഞ്ചിൻ്റെ സബൊക്കെ കൊടുത്ത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് സിംഗിൾ 4 ohms സബ്വൂഫറും കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ബൂഫറിൻ്റെ വാട്ട്സ് ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബൂഫറിൻ്റെ വാട്ട്സ് ഇതിലേക്ക് കറക്റ്റ് മാച്ച് ആവുന്നില്ല. കൂടാതെ ബൂഫറിന് എന്തെങ്കിലുമൊക്കെ സംതിങ് വൈൻഡിങ്ങിലോ അതായത് നമ്മൾ മാനുഫാക്ചറിങ്ങിലൊക്കെ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ബാസും കാര്യങ്ങളൊന്നും കിട്ടാത്തത്. പിന്നെ കൂടാതെ നമ്മൾ ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ ചിലപ്പോൾ സ്ക്വയർ ബോക്സിലൊക്കെ ആകുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മെഷർമെൻ്റ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ ബാസും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ബാസ് കുറയാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ശ്രദ്ധിച്ച് നോക്കുക. കൂടാതെ ഒരു 2.1 ചാനലായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് സ്പീക്കർ കൊടുക്കേണ്ടത് നമുക്ക് ഒരു 4 ഇഞ്ച് മാക്സിമം 4 ഇഞ്ച് സൈസിലേക്കുള്ള 4 ഇഞ്ച് 5 ഇഞ്ച് വരെയൊക്കെ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലാണ് നമുക്ക് സൗണ്ട് സ്റ്റീരിയോ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കറക്റ്റ് കിട്ടുകയുള്ളൂ. കൂടാതെ ബാസും കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് ക്ലാരിറ്റിയൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കുമ്പോൾ 4 ഇഞ്ച് സ്പീക്കർ ബൂഫറായിട്ടുള്ളതാണ് നമുക്കിതിൻ്റെ ചാനലായിട്ട് കൊടുക്കാൻ നല്ലത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടുക. കൂടാതെ ട്യൂട്ടർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 10 ഓംസിൻ്റെ അല്ലെങ്കിൽ ഒരു 20 ഓംസിൻ്റെ ഒക്കെ റെസിസ്റ്റർ ഇട്ടിട്ട് ട്യൂട്ടറിലേക്ക് കൊടുക്കുക. കപ്പാസിറ്റർ കൂടാണ്ട് റെസിസ്റ്റർ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഓവർ ട്രബിളോ കാര്യങ്ങളൊന്നും കിട്ടാതെ നമുക്ക് ഒരു മീഡിയം ക്ലാരിറ്റിയിലൊക്കെ നമുക്ക് നല്ല കറക്റ്റ് ക്ലാരിറ്റിയിൽ നമുക്ക് ഔട്ട്പുട്ട് സൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Play by USB drive. അപ്പോൾ കോപ്പിറൈറ്റ് സോങ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള മ്യൂസിക് ഇട്ടിട്ടുള്ളത്. നമ്മൾ നല്ല സൗണ്ട് ക്ലാരിറ്റിയുള്ള നമ്മുടെ ഓഡിയോസൊക്കെ കൊടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാസും കാര്യങ്ങളൊക്കെ ഇതിൽ പതർച്ചയായിട്ടായിരിക്കും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുക. അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ നമ്മുടെ മൈക്കിലേക്ക് അതിൻ്റെ ബാസ് അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ ഞാൻ ബാസ് കുറച്ച് വെച്ചിട്ടാണ് ആദ്യം കാണിച്ചത്. രണ്ടാമത് ഞാൻ ബാസ് നല്ലോണം കൂട്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഇയർഫോൺ വെച്ച് നോക്കുക, അല്ലെങ്കിൽ മറ്റു ഹോം തിയേറ്റർ പോലുള്ളതിലേക്ക് കണക്ട് ചെയ്തിട്ട് നോക്കിയാൽ നമുക്കിതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വയ്ക്കുക. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.